ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കോഴ്സിന്റെ 6ാമത്തെ ദിവസമാണ്. 6 വീഡിയോസ് അപ്ലോഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഒരു സക്സസ്ഫുൾ ട്രേഡർക്ക് വേണ്ട ക്വാളിറ്റീസിനെ പറ്റിയിട്ടാണ്. 9 ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട ഗോൾഡൻ റൂൾസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. അത് ഫോളോ ചെയ്യുക എന്നുള്ളത് ഏതൊരു ട്രേഡറും സക്സസ്ഫുൾ ആവുന്നതിന് വേണ്ടതായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അതില് 5 എണ്ണം ഇതിനോടകം ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 4 എണ്ണം ഇന്ന് ഈ ഒരൊറ്റ വീഡിയോയിലായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 എണ്ണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രസന്റ് ചെയ്തത്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് തുടക്കം മുതൽ തന്നെ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ, ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയങ്ങളിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന വിഷയങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ഷെയർ ചെയ്യപ്പെടുന്ന ഇൻഫർമേഷനുകൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ള ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കാൻ ശ്രമിക്കണം. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. 9 ഗൈഡ് ലൈൻസ് ഫോർ സക്സസ്ഫുൾ ട്രേഡേഴ്സ് എന്നുള്ളതാണ്. അതിൽ ആറാമത്തത് നെവർ ഓവർ ട്രേഡ് എന്നുള്ളതാണ്. അപ്പോ എന്താണ് ഓവർ ട്രേഡിങ്? അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമുക്ക് ഈ അഡിക്ഷൻ ടു ട്രേഡ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഉണ്ട്. ഈ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോ രാവിലെ തുടങ്ങുന്നു, ഒരു ട്രേഡ് നടത്തുന്നു, നമുക്കൊരു ചെറിയ ലാഭം കിട്ടുന്നു, വീണ്ടും ഒരു ട്രേഡ് നടത്തുന്നു, വീണ്ടും ഒരു ട്രേഡ് നടത്തുന്നു. അത്തരത്തിൽ കൊച്ചു കൊച്ചു കുറെ ട്രേഡുകൾ നടത്തുക എന്നുള്ളത് ഒരു ജനറലി ഈ ട്രേഡേഴ്സിന്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. അത്തരത്തിൽ ധാരാളം ട്രേഡുകൾ ബാക്ക് ടു ബാക്ക് ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതിനെയാണ് ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എത്ര രൂപ ലാഭം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എത്ര രൂപ നമ്മൾ നഷ്ടം സഹിക്കാൻ തയ്യാറാണ്, ഈ കാര്യത്തിൽ നമുക്ക് ആദ്യമേ ഒരു തീരുമാനം ഉണ്ടാവണം. ആദ്യമേ ഇതിനെ പറ്റിയിട്ട് ഒരു ലെവല് നമ്മൾ ഫിക്സ് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ട്രേഡിംഗ് ആക്ടിവിറ്റി ആരംഭിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ആ ഒരു സംഖ്യ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ട്രേഡിംഗ് ഡേയിൽ പിന്നീട് ഒരു ട്രേഡിന് വേണ്ടി ശ്രമിക്കരുത്. സാധാരണ എനിക്ക് റിലയൻസിൽ സംഭവിച്ചതുപോലെ എൻ്റെ ഒട്ടനവധി സുഹൃത്തുക്കൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വലിയ സംഖ്യ ഇത്തരത്തിൽ സമ്പാദിച്ചതിന് ശേഷം പിന്നീട് വരുന്ന ട്രേഡുകളിലൊക്കെ തന്നെ ചിലപ്പോൾ നഷ്ടം സംഭവിച്ചുകൊണ്ട് നേടിയ സംഖ്യയും പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോ ഈ ഓവർ ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ് ഇത് തന്നെ പരിപാടിയായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഒരു ട്രേഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ വേണം. എന്തുകൊണ്ട് ഞാൻ ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു? ഞാൻ റെഗുലർലി വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് അതിന്റെ സപ്പോർട്ട് ലെവലിൽ എത്തിയിട്ടുണ്ട്. അതിനൊരു സപ്പോർട്ട് അവിടെ കിട്ടുന്നുണ്ട്. ഇനി അതിന്റെ ഒരു അടുത്തൊരു ലെവല് പ്രൈസാണ്. അതിലേക്കുള്ള ഒരു മൂവ്മെന്റിനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള RSI, വില്യംസൺ, CCI തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, മെഗ്ഡി. അപ്പോൾ ഇതെല്ലാം അതിന്റെ ഒരു മൂവ്മെന്റ് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാം ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അതല്ലാതെ ഞാൻ രാവിലെ വന്നു, നോക്കി, ഇത് തരക്കേടില്ല എന്ന് തോന്നി, ഞാനൊരു ട്രേഡ് നടത്തി, എനിക്ക് ഏതോ ഒരു ഭാഗ്യത്തിന് കുറച്ച് പൈസ കിട്ടി, അത്തരത്തിൽ ഒരു വെയ്ഗായിട്ട് ഒരു ബേസിസും ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ബാക്ക് ടു ബാക്ക് ചെയ്യുന്ന ട്രേഡുകളൊക്കെ തന്നെ നമ്മളെ നഷ്ടത്തിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 6ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നെവർ ഓവർ ട്രേഡ് എന്നുള്ളതാണ്. 7ാമത്തത് നമുക്കൊക്കെ ഭയങ്കര പ്രയാസമുള്ള ഒരു സംഗതിയാണ്.
സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ കിട്ടിയ സംഖ്യ പെട്ടിയിലാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്ക് ലാഭമായി കിട്ടിയ സംഖ്യ നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇതെല്ലാം പഠിച്ച് ഇൻഡിക്കേറ്റേഴ്സ് നോക്കി ഫണ്ടമെന്റൽസ് നോക്കി നല്ല കമ്പനി സെലക്ട് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള പൈസ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിനൊക്കെ ശേഷം കുറച്ച് പൈസ സമ്പാദിച്ചു എന്ന് വിചാരിക്കുക. ആ സമ്പാദിച്ച പണം നമ്മുടെ കയ്യിൽ ഭദ്രമാക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അഗെയിൻ നമ്മൾ വാറൻ ബഫറ്റിന്റെ റൂള് ആലോചിക്കുകയാണ്. നെവർ ലൂസ് യുവർ മണി, നെവർ എവർ ഫോർഗെറ്റ് റൂൾ നമ്പർ 1. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഗ്രൂപ്പിലുള്ള ഒരു ആള് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു, പേഴ്സണലി വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ചേട്ടാ, ഇന്ന് എനിക്ക് ഒരു ട്രേഡ് നടത്താൻ ഞാൻ ശ്രമിച്ചു, അത് നഷ്ടത്തിൽ കലാശിച്ചു, സ്റ്റോപ്പ് ലോസ് അടിച്ചു. സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞിട്ട് പിന്നീട് മാർക്കറ്റ് തിരിച്ചു കയറി, എനിക്ക് ലോസ് സംഭവിച്ചു. ഞാനൊരു 5000 രൂപ വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. അത് 7200 രൂപ വരെ അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചു. അതായത് 2200 രൂപ, ഓൾമോസ്റ്റ് 50% ഓഫ് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. പക്ഷെ അവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോയി, അത് 4700 മറ്റോ പോയി. ഇപ്പൊ വീണ്ടും പിച്ച വെച്ച് 5000 കടന്നിട്ടുണ്ട് എന്നൊരു ഒരു മെസ്സേജ്, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം, ട്രേഡിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാനുമായിട്ട് പങ്കുവച്ചു. അപ്പോ ഇതാണ് മാർക്കറ്റിൽ എപ്പോഴും സംഭവിക്കുക. അതായത് 50% അടുത്ത് റിട്ടേൺ അദ്ദേഹത്തിന് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ആ കിട്ടിയ റിട്ടേൺ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല, ആ പൈസ നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റിയില്ല. ഇതെല്ലാ ട്രേഡേഴ്സിനും സംഭവിക്കുന്നതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ, നമുക്ക് ഒബിയസ്ലി മാർക്കറ്റിൽ ഇപ്പൊ നമ്മൾ 5000 രൂപ കൊണ്ടുവന്നു, അതിൽ നിന്ന് 2000 രൂപ കിട്ടി, ആ ഉടനെ ഈ 2000 രൂപ ബാങ്കിലേക്ക് മാറ്റി, അതുകൊണ്ട് നമ്മൾ നമ്മളുടെ മറ്റേ എന്താ പറയാ എക്സ്പെൻസ് മീറ്റ് ചെയ്തു, വീണ്ടും ഈ 5000 രൂപ വെച്ച് കളിച്ചു. ചില സമയത്ത് അത് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെയാണ്, അതൊരു ഫ്ലക്ച്വേഷൻ എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാവും. പക്ഷേ നമുക്ക് നമ്മളുടെ ക്യാപിറ്റല് കഴിഞ്ഞ് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം എപ്പോഴും നമ്മൾ നമ്മളുടെ റിസർവ് ആയിട്ട് മാറ്റിവെക്കേണ്ടതാണ്. ഇപ്പൊ അദ്ദേഹം ഈ പറയുന്ന ഒരു 1000 രൂപ, ഒബിയസ്ലി ആ 7200 രൂപയ്ക്കും പിന്നീട് അദ്ദേഹം മാർക്കറ്റിൽ ആക്ടിവിറ്റി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അതിന്റെ പരിണിത ഫലമായിട്ട് മാർക്കറ്റിൽ റേറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അത് ആയിരിക്കും പിന്നീട് 4500 4600 ഒക്കെ ആവാനുള്ള സാധ്യത. കാരണം അപ്പോ ഇത്തരത്തിൽ ഈ 2200 രൂപ അദ്ദേഹം നേടിക്കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതില് പിന്നീട് ഈ 5000 പ്ലസ് ഈ 2200 നിന്ന് ഏറ്റവും അധികമായിട്ട് പരമാവധി അദ്ദേഹം 33% പൈസ മാത്രമേ പിന്നീട് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഏതാണ്ട് ഒരു 800 രൂപ. അപ്പൊ ഒരു 1600 രൂപ ആളുടെ കയ്യിൽ അവിടെ ഭദ്രമായിട്ട് ഇരിക്കും. അത്തരത്തിൽ കിട്ടിയ പണം സേവ് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു 2/3 എപ്പോഴും നമ്മൾ റിസർവ് ആക്കി വെച്ചുകൊണ്ട് മാത്രം അത്ര അത്യാവശ്യ ഘട്ടത്തിൽ വളരെ മാർക്കറ്റ് താന്നു പോകുന്ന സമയത്ത് ആവറേജ് ചെയ്യാൻ വേണ്ടി മാത്രമേ ആ തുക വിനിയോഗിക്കാൻ പാടുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ കാശ് കയ്യിലുള്ളവനാണ്, അതായത് പണം കയ്യിലുള്ളവനാണ് രാജാവ്. നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, സ്റ്റോക്കുകളിൽ അപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് വലിയ ലാഭം കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു കാരണത്തില് വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് അത് ആ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകണം. ഈ പണം കയ്യിലുള്ളവനാണ് മാർക്കറ്റിൽ രാജാവ്. എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്കറ്റിൽ ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയെ പണം ഉണ്ടെങ്കിൽ ഗ്രാബ് ചെയ്യാൻ സാധിക്കും. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ മാർക്കറ്റ് ക്രാഷ് ചെയ്യണേക്കാളൊക്കെ മുമ്പ് ഇൻഫോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകത്തെ തന്നെ ഏറ്റവും വലിയ IT കമ്പനികളിൽ ഒന്നാണ് ഇൻഫോസിസ്. വളരെ സോളിഡ് ഫണ്ടമെന്റൽസ് ഉള്ള നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു IT കമ്പനിയാണ്. ഇൻഫോസിസിൽ ഒരു വിസിൽ ബ്ലോവർ ഉണ്ടായി. വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ തന്നെ ഒരു ഇന്റേണൽ ജോലിക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഇതിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ വലിയ മാൽ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. അതായത് അവര് കൃത്യമായ കണക്കുകളല്ല നമ്മളുമായിട്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം പറയുണ്ടായി. അന്ന് ഏതാണ്ട് റിലയൻസിന്റെ വില നിൽക്കുന്നത് ഒരു 800 രൂപ റേഞ്ചിലാണ്.
ഈ ഒരു ആരോപണം പുറത്തു വന്നതോട് കൂടിയിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവും ഈ സത്യം സ്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ ഒറ്റ അടിക്ക് നിലംപരിശാക്കിയിട്ടുള്ള ഒരു സ്കാമാണ് സത്യം സ്കാം. 2008 പീരീഡിലാണ്. ഒരു ദിവസം അതിന്റെ ഡയറക്ടർ വന്നിരുന്നിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറയാണ്, ഡിയർ ഇൻവെസ്റ്റേഴ്സ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് മുഴുവൻ ഫേക്ക് സ്റ്റോറീസ് ആയിരുന്നു. ഇതിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഒന്നും കറക്റ്റ് അല്ല. ഇത് വലിയ നഷ്ടത്തിലോടുന്ന കമ്പനിയാണ്. ലാഭമാക്കി കാണിച്ചതാണ് ഞാൻ. നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. അന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 10-200 രൂപയൊക്കെയാണ് ആ സത്യത്തിന്റെ ഷെയർ. പിന്നെ അത് പോയി നിന്നത് ₹1.95 മറ്റാണ്. അതായത് വിത്തിൻ എ സ്പാൻ ഓഫ് 1-2 ഡേയ്സിൽ ഈ സത്യം മറ്റേ അസത്യമായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോ അതുപോലെ ഈ ഇൻഫോസിസിലെ ഒരു വിസിൽ ബ്ലോവർ ഉണ്ടായി. ഒരു 700 രൂപ റേഞ്ചിൽ നിന്നിരുന്ന ആ ഒരു ഷെയർ പെട്ടെന്ന് താഴേക്ക് വന്നിട്ട് ഒരു 625 റേഞ്ച് വരേക്കും ഒരു 2-3 ദിവസം കൊണ്ട് താന്നു. ആ സമയത്ത് നമ്മളൊക്കെ ഇതിന്റെ ഫണ്ടമെന്റൽസ് പഠിച്ചു, എങ്ങനെയുണ്ട് എന്താണ് കാര്യങ്ങളൊക്കെ വായിച്ചു, ആർട്ടിക്കിൾസ് ഒക്കെ നോക്കി. എനിക്ക് തോന്നി ഇത് ഇൻഫോസിസ് ആണ്, ഒരിക്കലും പൊട്ടാൻ സാധ്യതയുള്ള കമ്പനിയല്ല. പിന്നെ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അങ്ങനെ ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസുകളൊന്നും ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരല്ല. നമുക്ക് അതിനകത്ത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. 625 രൂപയ്ക്ക് ഞാൻ 100 ഷെയർ അന്ന് പർച്ചേസ് ചെയ്തു. പിന്നീട് അത് 780 ആ റേഞ്ചിൽ 760 റേഞ്ചിലാണ് ഞാനത് സെൽ ഓഫ് ചെയ്തത്. വിത്തിൻ എ സ്പാൻ ഓഫ് മേ ബി 1.5 months അത് റിക്കവർ ചെയ്യാനുണ്ടായത്. അപ്പോ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകണം. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നും ഓപ്പർച്യൂണിറ്റീസ് ആണ്, എപ്പോഴും ഓപ്പർച്യൂണിറ്റിയാണ്. എപ്പോഴാണ് ഇത് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോ അതുകൊണ്ട് തന്നെ പണം എപ്പോഴും നമ്മൾ റിസർവ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യണം. ഹോൾഡ് യുവർ റിട്ടേൺ. കിട്ടുന്നതിന്റെ ഒരു 65% പൈസ നിങ്ങൾ സേവ് ചെയ്ത് മാറ്റി വെക്കാനുള്ള ഒരു സ്വഭാവം അത് ആദ്യമേ തന്നെ നിങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. ഇതാണ് 5, 6, 7ാമത്തെ പോയിന്റ്. ഇനിയുള്ളത് യു ഏൺ വെൻ യു ലേൺ. അതിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഇത് എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ലോകത്ത് നടക്കുന്ന ഓരോ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മാറ്റേഴ്സും ഇതിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സ്വഭാവം എപ്പോഴും എവർ ചേഞ്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കണം. പുതുതായി വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. ഇത് പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരൊറ്റ ലെറ്ററിന്റെ വ്യത്യാസമുള്ളൂ, എൽ കൂടി ഉണ്ടെങ്കിൽ ഏൺ ചെയ്യുന്നതിന് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ലേൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏൺ ചെയ്യാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു കുറച്ച് വീഡിയോ കണ്ടു. ഇപ്പൊ എന്റെ ഈ കുറച്ച് വീഡിയോകൾ നിങ്ങൾ സശ്രദ്ധം വീക്ഷിച്ചു, ഈ കോഴ്സ് പോലെയുള്ളത് കംപ്ലീറ്റ് ചെയ്തു. നാളെ മുതൽ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഒന്നും നോക്കണ്ട. ഈ കിട്ടിയ അറിവ് വെച്ചിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇതൊരു എവർ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതുതായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാനും ശ്രമിക്കണം. അപ്പോ 8ാമത്തതും കഴിഞ്ഞു. ഇനി ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ട്രേഡറിന്റെ വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഫോളോ യുവർ സ്ട്രാറ്റജി. എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി? എന്താണ് നിങ്ങൾ ഈ മാർക്കറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ കാര്യം നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനിടയിൽ നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഒരുപക്ഷെ വലിയ നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം, വലിയ കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. കോട്ടങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ ഒബിയസ്ലി ഏത് പോയിന്റിലാണ് നമുക്ക് തെറ്റ് സംഭവിച്ചത് ആ പോയിന്റിൽ കറക്ഷൻ വരുത്തണം. അതിനുശേഷം മുന്നിലോട്ട് പോകണം. അപ്പോ എന്താണോ നിങ്ങളുടെ സ്ട്രാറ്റജി, ഇന്ന് ഒരു സ്ട്രാറ്റജി, നാളെ വേറൊന്ന് സ്ട്രാറ്റജി, മറ്റന്നാൾ ഇതിന്റെ രണ്ടിന്റെയും മിക്സ്, അത്തരത്തിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഡിസൈൻ ചെയ്യാം. ആ സ്ട്രാറ്റജി
മുറുകെ പിടിക്കണം, അത് ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് റണ്ണിൽ ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു തീരുമാനത്തിനനുസരിച്ച് നമ്മൾ ഒരു ട്രേഡ് നടത്തും, നാളെ മറ്റൊരു തീരുമാനത്തിനനുസരിച്ച് ഒരു ട്രേഡ് നടത്തും. ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോയില് ഒരു ചങ്ങാതി പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി 3 minutes ട്രേഡ് എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റോക്ക് വാങ്ങുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു, അതിനുശേഷം 3 മിനിറ്റിനകം ആ സ്റ്റോക്കിൽ എന്ത് സംഭവിച്ചു, ആ സംഭവിക്കുന്നതിന്റെ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എടുക്കുന്നു, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് 3 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ പറയുന്ന ട്രേഡ് ഹോൾഡ് ചെയ്യുള്ളൂ. 3ാമത്തെ മിനിറ്റിൽ എന്ത് സംഭവിച്ചാലും അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ആണെങ്കിൽ ബെനിഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്. അത് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. അത് ഫോളോ ചെയ്യണം. നിങ്ങൾ എന്താണോ ഇത്തരത്തിൽ ഫോം ചെയ്യുന്ന സ്ട്രാറ്റജി അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോ നമ്മൾ 9 ഗോൾഡൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഗോൾഡൻ ഗൈഡ് ലൈൻസ് ഫോർ സക്സസ്ഫുൾ മാർക്കറ്റ് സക്സസ്ഫുൾ ട്രേഡിംഗ് പറഞ്ഞു കഴിഞ്ഞു. ഒന്നും കൂടെ അത് റിവൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതൊന്നും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. അടുത്തൊരു ദിവസം ഇനി കൂടുതൽ മാർക്കറ്റുമായിട്ടുള്ള ലൈവായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഡിസ്കഷൻസ് ആണ് വരാൻ പോകുന്നത്. ഇതിന്റെ ഒരു ബേസ് ആണ്. ഇതിൽ നിന്ന് വേണം നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്വഭാവങ്ങൾ, ഈ പറയുന്ന ക്വാളിറ്റീസ് നിങ്ങൾക്ക് ആസ് എ ട്രേഡർ ബിൽഡപ്പ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എനി ടൈം നിങ്ങൾക്ക് ലോസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓവർ ഒരു 4 numbers 5 numbers ഉണ്ട് ഈ വീഡിയോസ്. അത് സശ്രദ്ധം വീക്ഷിക്കുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. അപ്പോൾ ഒരു സക്സസ്ഫുൾ ട്രേഡർക്ക് വേണ്ടതായിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? 9 തരത്തിലുള്ള ക്വാളിറ്റീസ് ആണ്. അതെന്തൊക്കെയാണ് എന്ന് പഠിച്ചു. അത് നിങ്ങൾ ദയവ് ചെയ്ത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ഈ 9 കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ട്രേഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങൾ. ഇതില്ലാതെ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. അത് ഇപ്പോഴേ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. അതിൽ ഒന്നാമത്തത് അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ്. മാർക്കറ്റിനെ മനസ്സിലാക്കിയതിന് ശേഷം, പഠിച്ചതിന് ശേഷം മാത്രം മാർക്കറ്റിലേക്ക് ഇറങ്ങുക. അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും, ഇതെല്ലാം നിങ്ങൾ സ്വമേധയാ മനസ്സിലാക്കാൻ ശ്രമിക്കണം. 3, 4, 5 ഈ 3 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 9 പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിൻ്റാണത്. ഒന്ന് മണി മാനേജ്മെൻറ്റ്. അതിൽ റിസ്ക് ടു റിവാർഡ് റേഷ്യോ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളതാണ് മണി മാനേജ്മെൻറ്റ്. അതുപോലെ കൺട്രോൾ യുവർ ഇമോഷൻസ്. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മാർക്കറ്റിൽ. അതർവൈസ് നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. ഫോളോ ദ മാർക്കറ്റ്. മാർക്കറ്റിനെ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, അതിനെ ഫോളോ ചെയ്യുക. മാർക്കറ്റ് തരുന്ന ഇൻഡിക്കേഷൻ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡ് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡ് ഡിസൈൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഹോൾഡ് യുവർ റിട്ടേൺ. കിട്ടിയ പൈസ എടുത്തു വയ്ക്കാൻ ശീലിക്കുക, അത് മാറ്റി വയ്ക്കാൻ ശീലിക്കുക. ആ കിട്ടുന്ന പണം വീണ്ടും വീണ്ടും മാർക്കറ്റിൽ ഇറക്കാനുള്ള ഒരു പ്രവണത പൊതുവിലുണ്ട്. അത് കൺട്രോൾ ചെയ്യുക നിങ്ങൾ. നെവർ ഓവർ ട്രേഡ് ഇതന്നെ ശരണമായിട്ട് ഇരിക്കരുത്. അവനവൻ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്ട്രാറ്റജി, ഫോളോ യുവർ സ്ട്രാറ്റജി. നിങ്ങൾ എന്താണോ സ്ട്രാറ്റജി ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് അത് എപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. യു ഏൺ വെൻ യു ലേൺ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക മാർക്കറ്റിനെ സംബന്ധിച്ച്, മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. ഈ 9 പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ ട്രേഡ് കരിയറിൽ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സക്സസ് ഡെഫിനറ്റാണ്.